ഫറൂഖ് പാലത്തിൻ്റെ മുകളിൽ ഇതിലൂടെ നടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇന്ന് ചുങ്കം കഴിഞ്ഞിട്ട് ഫറൂഖ് ഇവിടെ ഒരു തൊഡി ഷോപ്പ് ഉണ്ട് പുറകിൽ. നമസ്കാരം. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിന് തൊട്ടടുത്തുള്ള, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്ത് സനീഷിൻ്റെ ധ്വനി ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെയാണുള്ളത്. ഇവിടുന്ന് നമ്മൾ നേരെ ഇതുവഴി, അതായത് പാളയം വഴി നേരെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. നാളെ, അതായത് ഇന്ന് ഈവനിങ് അവിടെ സ്റ്റേ ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടുന്ന് കോട്ടക്കലിലേക്കാണ് നമ്മൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും യാത്ര പോവാണ്. കോഴിക്കോട് നിന്ന് കോർണേഷൻ തിയേറ്ററിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം നടന്നു. ഇപ്പോൾ ഏതാണ് ഏരിയ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏകദേശം ഒരു 7:45 ഇവിടെ എത്തുന്നതാണ്, യൂണിവേഴ്സിറ്റി എത്തുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അരീക്കാട് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഇപ്പോൾ നമ്മൾ നടന്നിട്ടുണ്ട്. ഇനി ഒരു 15 കിലോമീറ്ററാണ് യൂണിവേഴ്സിറ്റിക്കുള്ള ദൂരം. അപ്പോൾ അത്യാവശ്യം, അതായത് വെള്ളമൊക്കെ ബാഗിലുള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ബാഗ്. 2 ബോട്ടിൽ വെള്ളം കരുതിയിട്ടുണ്ട്. ചെറുവണ്ണൂർ കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. ചെറുവണ്ണൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി ഏകദേശം ഒരു 10 കിലോമീറ്ററിലധികം, 12 കിലോമീറ്ററോളം, 11 കിലോമീറ്ററോളം ഏകദേശം ഉണ്ടാവുന്നതാണ് കരുതുന്നത്. ഏകദേശം ഒരു 10 കിലോമീറ്ററിലധികം, അതായത് നമ്മളെ യാത്രയിലെ ആദ്യത്തെ 10 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 11 കിലോമീറ്ററോളം ഉണ്ടാവും യൂണിവേഴ്സിറ്റിയിലേക്ക് ഏകദേശം. അപ്പോൾ നമ്മളെന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൗണിലായിരുന്നു ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ബഹളമാണ്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി നടക്കണം. ഇപ്പോൾ ഇരിക്കാനൊരു സ്ഥലം ഞാൻ നോക്കി. പുറകിലേ ഉണ്ടല്ലേ നമ്മൾ സ്ഥിരമായിട്ട് റോഡ് സൈഡിൽ കാണുന്ന സാധനം, അതന്നെ കരിമ്പ് ജ്യൂസ്. നമ്മൾ ഏകദേശം ഫറൂഖ് പാലത്തിലെത്തി. ഇനി പാലം ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫറൂഖ് പാലത്തിലാണുള്ളത്. ഫറൂഖ് പാലത്തിലൂടെ ഇങ്ങനെ ബസ്സിലും അല്ലാതെ വേറെ വാഹനങ്ങളിലും കൂടെ ഒക്കെ നമ്മളിങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാതെ ഫറൂഖ് പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇവിടെ നമ്മൾ നിർത്താറില്ലല്ലോ സാധാരണ. ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് പാലത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയും ചെയ്യും. ഭയങ്കര ഈ സൈഡിലിട്ടിരിക്കുന്ന ഇതുണ്ടല്ലോ, ഭയങ്കര പ്രശ്നമാണിത്. എന്തായാലും പാലത്തോട് നടന്നുകൊണ്ടിരിക്കുക, ഒറ്റക്കാലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോയി നോക്കാം നമുക്ക് എന്തായാലും. പുറകിലെ കണ്ടില്ലേ വഞ്ചി തുഴഞ്ഞു പോകുന്നത്, എന്ത് രസമല്ലേ. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത്, സുന്ദർബൻസിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു വഞ്ചിയുടെ സീൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയം നമ്മൾ പകലായിരുന്നു, ഏകദേശം ഉച്ച സമയത്തായിരുന്നു. ഇത് നമ്മൾ കറക്റ്റ് ടൈമാണ്, ഏകദേശം 5:45-6 മണി സമയം.
നിന്ന് പോന്നപ്പോഴേ ഇവിടെ ഫറൂഖ് പേട്ടയിലെത്തിയപ്പോൾ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഫറൂഖ് ചുങ്കത്ത്, അതായത് പേട്ട കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ്, അവിടെയുള്ള ഒരാളാണ്. ആളിവിടെ മീനുകളെ അലങ്കാര മത്സ്യങ്ങളൊക്കെ റോഡ് സൈഡിൽ വെച്ചിരിക്കുക ആളുകൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുമ്മാ കുറച്ച് സമയം പുള്ളിയെടുത്ത് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ചിട്ട് നമ്മുടെ യാത്ര എന്തായാലും കണ്ടിന്യൂ ചെയ്യണമല്ലോ. ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇന്ന് ചുങ്കം കഴിഞ്ഞിട്ട് ഫറൂഖ് ഇവിടെ ഒരു തൊഡ്ഡി ഷോപ്പ് ഉണ്ട് പുറകിൽ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി 9 കിലോമീറ്ററും കൂടെ ഉള്ളൂ. എന്നപ്പോൾ നമ്മൾ ഏകദേശം 12 കിലോമീറ്റർ കവർ ചെയ്തു. കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ച് ഏകദേശം 22 കിലോമീറ്റർ നടന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഏകദേശം 8:45 നമ്മൾ ഇവിടെ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ നാളെ കോട്ടക്കലിലേക്കാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളും വീഡിയോയും എല്ലാം തന്നെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ദിസ് ഈസ് റിയാസ് സാമി അബ്ദുള്ള സൈനിങ് ഓഫ്.